ഈ ലിസ്റ്റ് ഓഫ് എക്സ്ക്ലൂഡഡ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളിസി നമ്മൾ എടുക്കുമ്പോൾ ചില സാധനങ്ങൾ പോളിസിയിൽ ഉൾപ്പെടുത്തിയിരിക്കില്ല. അതായത് ഞാൻ ഈ സാമ്പിൾ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. അതായത് നമ്മൾ ഇൻപേഷ്യൻ്റായിട്ട് അഡ്മിറ്റ് ആയെന്നിരിക്കട്ടെ, അപ്പോൾ നമ്മൾ ബിൽ സെറ്റിൽ ചെയ്യുമ്പോൾ ഇൻഷുറൻസ് ആണ് ഇത് സെറ്റിൽ ചെയ്യുന്നത്, നമ്മൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ചില ഐറ്റംസ് അവർ പേയ്മെൻറ്റ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 7ാമത്തെ ഐറ്റം നോക്കിക്കഴിഞ്ഞാൽ ക്യാരി ബാഗ്സ്, അതായത് നമ്മുടെ ചവറ് കളയാനുള്ള ബാഗ്സ്, പിന്നെ ബഡ്സ്, ഇയർ ബഡ്സ്, ഇതുപോലത്തെ കാര്യങ്ങൾ, പിന്നെ ലോണ്ടറി ചാർജസ്, മിനറൽ വാട്ടർ, ടെലിഫോൺ ചാർജസ്, ഇതൊന്നും അവർ കവർ ചെയ്യില്ല. സർചാർജ്, അറ്റൻഡൻ്റ് ചാർജസ്, കൺവേയൻസ് ചാർജസ്, മെഡിക്കൽ റെക്കോർഡ്സിനുള്ള ചാർജസ്, അങ്ങനെ കുറേ, സ്റ്റീം ഇൻഹെയിലർ, നെബുലൈസർ കിറ്റ്, ശ്വാസോച്ഛ്വാസം ചെയ്യാനുള്ള കിറ്റ്, തെർമോമീറ്റർ നമ്മൾക്ക് ആയിട്ട് അവർ ഉപയോഗിക്കുകയാണെങ്കിൽ ആ തെർമോമീറ്ററിൻ്റെ ചാർജസ് കൊടുക്കത്തില്ല. ഡയബറ്റിക് ഫുട്വെയർ കൊടുക്കത്തില്ല. ചില ഡയബറ്റിക് പേഷ്യൻസിന് നല്ല ഷൂസ് ഇടണമെന്ന് ഡോക്ടർ പറയും, അല്ലെങ്കിൽ ചപ്പൽ ഇടണമെന്ന് പറയും, അപ്പോൾ ആ ഫുട്വെയറിന് കൊടുക്കത്തില്ല. ആംബുലൻസ് കോളർ, ആംബുലൻസ് എക്യുപ്മെൻറ്റ് ഇൻ ദ ആംബുലൻസ്, അതാണ് ഉദ്ദേശിക്കുന്നവർ. പിന്നെ പ്രൈവറ്റ് നേഴ്സസ്, ഷുഗർ ഫ്രീ ടാബ്ലറ്റ്സ്, മാസ്ക്, ഗ്ലൗസ്, ഇതൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അവിടെ. അപ്പോൾ അത് അവർ ചാർജ് ചെയ്യും, പക്ഷെ നമുക്ക് കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. ആംബുലൻസ് കവേർഡ് അല്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ കവേർഡ് അല്ല. പക്ഷെ നിങ്ങൾക്ക് ഇതൊക്കെ കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേറൊരു പോളിസി, അതായത് ഇതൊക്കെ ഏതാണ്ട് കവർ ചെയ്യുന്ന പോളിസികളുണ്ട്, ആ ടൈപ്പ് പോളിസികൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം പോളിസികൾ വേണമെന്നുണ്ടെങ്കിൽ, കവർ ചെയ്തോ ചെയ്യാതെയോ ഉള്ള പോളിസികൾ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോർട്ടിംഗ്, ഇപ്പോൾ ഒരു കമ്പനി എ എന്ന കമ്പനിയിൽ നിന്ന് കമ്പനി ബിയിലേക്ക് പോകണം. കാര്യം കമ്പനി എയുടെ പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ സർവീസ് നിങ്ങൾക്ക് തൃപ്തികരമല്ല എന്നിരിക്കട്ടെ, അപ്പോൾ നിങ്ങൾ കമ്പനി ബിയിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ ഈ പോർട്ടിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സീനിയോറിറ്റി കമ്പനിയിൽ എയിലുള്ളത് നിങ്ങൾക്ക് ബിയിൽ കിട്ടും. വെയിറ്റിംഗ് പീരീഡ്, മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ കമ്പനിയിലുള്ള വെയിറ്റിംഗ് പീരീഡ് ഇവിടെ നിങ്ങൾക്ക് വകവെച്ച് കിട്ടും. അതാണ് ഈ പോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പോർട്ടിംഗ് ചെയ്യാനും, അല്ലെങ്കിൽ പുതിയ ഒരു പാക്കേജ് എടുക്കുന്നത്, ഹെൽത്ത് പാക്കേജ് എടുക്കുന്നത്, ഇതെല്ലാം ഇൻഷുറൻസ് എടുക്കുന്നത്, ഇതെല്ലാം നല്ല ആലോചിച്ചിട്ട് വേണം നിങ്ങൾ എടുക്കാൻ. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ പെട്ടുപോയിട്ടുണ്ട്. ആ ഒരു പരിചയത്തിൽ നിന്നാണ് ഞാനിങ്ങനെ കുറച്ച് നല്ല കാര്യം ചെയ്യാം, കുറച്ച് പേർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റായിട്ട് ഞാൻ ആദിത്യ ബിർളയിൽ ജോയിൻ ചെയ്തു. അവരുടെ സർവീസ് തരക്കേടില്ല, നല്ല സർവീസ് ഉണ്ട്, ക്ലെയിംസ് ഒക്കെ ന്യായമായിട്ട് കിട്ടും. പക്ഷെ അവർക്കും ഈ എക്സ്ക്ലൂഡഡ് ഐറ്റംസ് ഉണ്ട്. ആ എക്സ്ക്ലൂഡഡ് ഐറ്റംസ് ഏതൊരു ഇൻഷുറൻസ് കമ്പനിയും തരത്തില്ല. അപ്പോൾ അവരുടെ ലിസ്റ്റ് നമ്മൾ വാങ്ങിച്ച് നോക്കുക. ആ ലിസ്റ്റ് നോക്കിയിട്ട് നമുക്ക് തൃപ്തികരമാണെങ്കിൽ ആ സ്കീമിലേക്ക് പോവുക, അല്ലെങ്കിൽ കൂടുതൽ കവറേജ് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു സ്കീമിലേക്ക് പോവുക. അപ്പോൾ ഒരേ ഇൻഷുറൻസ് കമ്പനിയിൽ പല സ്കീംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോടൊപ്പം ചേർക്കുന്നു, പിന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്നെ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായ സഹകരണങ്ങൾ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ യൂട്യൂബിൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നൊരു യൂട്യൂബ് വീഡിയോയിൽ നമുക്ക് തമ്മിൽ കാണാം. താങ്ക് യു വെരി മച്ച്.